നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒന്നായിരുന്നു കണ്ടന്റ് ക്രിയേറ്ററും നടനുമായ അഖിൽ എന്നാർഡിയുടെ ജീവിതത്തിലുണ്ടായ ചില അപ്രതീക്ഷിതമായ സംഭവങ്ങൾ. വിവാഹം കഴിഞ്ഞ് 2 വർഷം മാത്രം തികയവെയാണ് അഖിലിന്റെ ഭാര്യ മേഘ മറ്റൊരാളുടെ ഒപ്പം ജീവിക്കുവാനായി വീട് വിട്ട് ഇറങ്ങിപ്പോയത്. സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞ ശേഷം ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും വൈറലായി തീർന്നിരുന്നു. വർഷങ്ങളോളം പ്രണയിച്ച ശേഷമാണ് ഇരുവരും ആർഭാടപൂർവ്വം 2 വർഷം മുൻപ് വിവാഹിത. ഒട്ടുമിക്ക റീലുകളിലും അഖിലിനൊപ്പം ഭാര്യയും പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. വലിയൊരു ആഘാതമാണ് ജീവിതത്തിൽ ഉണ്ടായതെങ്കിലും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ പങ്കാളിയായിരുന്ന വ്യക്തിയെ കരിവാരി തേക്കുവാനൊന്നും അഖിൽ നന്നില്ല. ഈ കേസിൽ പേരിൽ മേഘയെ ആളുകൾ സോഷ്യൽ മീഡിയയിലിട്ട് പരിഹസിക്കുന്നത് കാണാൻ താല്പര്യമില്ലെന്നും അതിനാൽ താൻ കുറച്ചു ദിവസത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും തുറക്കുന്നില്ലെന്നുമായിരുന്നു അഖിൽ പറഞ്ഞത്. ഞാൻ അഖിലിനെ വിളിച്ച് സംസാരിച്ചിരുന്നു, ഓക്കെ ആയിരിക്കുക എന്നല്ലാതെ ഈ വിഷയത്തിൽ വേറെ ഒന്നും തനിക്ക് പറയാനില്ല. അഖിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, അതാണ് അവന്റെ ക്യാരക്ടർ. ഈ കേസിലും അഖിലിന് പറയാനുള്ളത് പോയത് പോയി കഴിഞ്ഞത് കഴിഞ്ഞു എന്നാണ്. അഖിലിന്റെ അടുത്തുള്ളവർ ആളുകൾ എനിക്ക് വോയിസ് നോട്ടായി പലതും അയച്ചു തന്നിരുന്നു. അവർക്കൊക്കെ ഇത് ആഘോഷമായിരുന്നു. ഒരാളുടെ ജീവിതം തകർക്കുമ്പോഴും ഒരുത്തന്റെ ഭാര്യ ഒളിച്ചോടി പോകുമ്പോഴുമുള്ള സന്തോഷം. ഈ നാട്ടുകാർ ചിന്തിക്കേണ്ടത് അവർക്കും ജീവിതത്തിൽ ഇതുപോലെ നാളെ ഒരിക്കൽ ഇതുപോലൊരു സംഭവം നടക്കാം എന്നതാണ്. CCTV ഫുട്ടേജ് ആരൊക്കെയോ എടുത്ത് പുറത്തുവിട്ടു. ഈ വിഷയം അറിഞ്ഞ ശേഷം ഞാൻ അഖിലിനെ വിളിച്ച് ഒരുപാട് ആശ്വസിപ്പിച്ചിരുന്നു. പക്ഷെ അവന് ബഹുമാനം തോന്നുന്ന ഒരു കാര്യമുണ്ട്. സംസാരിക്കുന്നവർ സംസാരിക്കട്ടെ, പക്ഷെ അവളെ ഒന്നും പറയരുത്. അവൾ ചെയ്യാനുള്ളത് അവൾ ചെയ്തു, അവൾക്ക് അതാകും ശരി എന്ന് തോന്നിക്കാണും. അത്രയും വർഷം പ്രണയിച്ച ഒരാളെ വെറുതെയെങ്കിലും ആളുകൾ കുറ്റം പറയുന്നത് കേൾക്കാനായി സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വരുന്നില്ല. സംഭവിച്ചത് സംഭവിച്ചു, ഞാൻ തിരിച്ചു വരും. ഇതൊന്നും ഒരു അവസാനമല്ല, അടുത്ത ഓപ്ഷൻ എടുക്കുക, അതുമായി മുന്നോട്ട് പോവുക. അതാണ് അഖിൽ എന്നോട് പറഞ്ഞത് എന്നായിരുന്നു സായി കൃഷ്ണ വെളിപ്പെടുത്തിയത്. തിരിച്ചടികൾ നിന്നെല്ലാം കരിയറിൽ അഖിൽ ഇപ്പോൾ തിരിച്ചു എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു റീല് പങ്കുവച്ചുകൊണ്ടാണ് അഖിൽ സോഷ്യൽ മീഡിയയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. വീഡിയോ ഇതിനകം 1 കോടിയിലധികം ആളുകളാണ് കണ്ടുകഴിഞ്ഞത്. ഫോട്ടോഗ്രാഫറായ അഖിൽ വീഡിയോയിൽ അഭിനയിക്കുന്നത്. വീടിന്റെ ഗൃഹപ്രവേശനത്തിന് ക്ഷണിക്കാനെത്തുന്ന സുഹൃത്ത് ചടങ്ങിനെത്തുമ്പോൾ ക്യാമറ കൂടി കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുന്നതാണ് റീല്. സുഹൃത്തിന്റെ സാന്നിധ്യമല്ല, ക്യാമറയാണ് ആവശ്യം എന്ന സന്ദേശമാണ് റീലിലൂടെ പറയുന്നത്. റീലിന്റെ അവസാന ഭാഗത്ത് ചിരിച്ചേ എന്ന് പറഞ്ഞാണ് അഖില് വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നത്. നിരവധി ആരാധകരും സെലിബ്രിറ്റികളും എല്ലാം അഖിലിന്റെ തിരിച്ചുവരവിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മണിക്കൂറുകൾ കൊണ്ട് 1 കോടിയിലധികം വ്യൂസ് ആണ് ലഭിച്ചിരിക്കുന്നത്. വീഴ്ചകൾ പറ്റിയാലും തിരിച്ചുവരവ് പലപ്പോഴും ഏറ്റവും വലിയ വിജയമായി പോകാറുണ്ട്. എല്ലാം ചിരിച്ചുകൊണ്ട് നേരിട്ട് മുന്നോട്ട് പോകണം. പലർക്കും നമ്മളെ അല്ല വേണ്ടത്, പകരം നമ്മുടെ പണവും ബാക്കി പലതുമാണ്. ഈ സമയവും കടന്നു പോകും. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും മുന്നോട്ട് പോയല്ലേ പറ്റുകയുള്ളൂ. അത് പഴയതിലും ആത്മവിശ്വാസത്തോടെ ആകട്ടെ. ബ്രോയുടെ കണ്ണിൽ തന്നെയുണ്ട് ആ സങ്കടം. പക്ഷെ പോയത് പോയി, എന്തോ വലുത് വരാനുണ്ടായിരുന്നതാണ്, ഇങ്ങനെ ഒഴിഞ്ഞുപോയി എന്ന് കരുതിയാൽ മതി എന്നിങ്ങനെ നീളുന്നു കമന്റുകളെല്ലാം. അതേസമയം അഖിൽ എന്നാർഡിയുടെ ഭാര്യയായിരുന്ന പെൺകുട്ടി ഇപ്പോഴുള്ള വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാനായി ഒരു കടയിൽ നിൽക്കുന്നതിന്റെ ഫോട്ടോകളും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെയും അഖിലോ മേഘയോ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടില്ല. സാധാരണ കുടുംബ പ്രശ്നങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ വലിച്ചിട്ട് റീച്ച് ഉണ്ടാക്കുന്ന ആളുകളും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഇടയിലാണ് ഇവർ വ്യത്യസ്തമായ പാത സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ആളുകൾ എടുത്തു പറയുന്ന കാര്യവും. പരസ്പരം ചെളിവാരി എറിയാതെ അവരവരുടെ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് ഇവർ രണ്ടുപേരും ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു വീഡിയോയും അഖിൽ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ അഖിൽ പറയുന്നത് ഷോർട്ട് കോൺവെർസേഷൻ എന്ന രീതിയിലാണ്. എന്നാൽ കൊടുക്കേണ്ടവർക്ക് കൊള്ളുന്ന തരത്തിലാണ് താരത്തിന്റെ വീഡിയോയും വന്നിട്ടുള്ളത്. തന്നെ മുതലെടുത്ത് ജീവിക്കുവാൻ നോക്കുന്നവരെ ബാങ്ക് ബാലൻസ് 0 ആണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതായിരുന്നു വീഡിയോയിലെ കണ്ടന്റ്.